യാത്രകളും ഓരോ തെരഞ്ഞെടുപ്പുകളാണ്. മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ സാഹസികത കാണിക്കാൻ, അവന് സമാധാനമുണ്ടാകാൻ, അവന് സന്തോഷിക്കാൻ, പുതിയ ഇടങ്ങൾ കാണാൻ, അങ്ങനെ പലതരം തെരഞ്ഞെടുപ്പുകൾ. ഇതിനെല്ലാത്തിനും പറ്റിയ ഇടമാണ് വയനാട്. വയനാട് സ്നേഹത്തോടെ വീണ്ടും വിളിക്കുകയാണ് ഈ സ്വപ്നതുല്യമായ ഭൂപ്രദേശം കാണാൻ. ആത്മസഞ്ചാരങ്ങൾ. ആത്മീയ അന്വേഷണങ്ങൾക്ക് കൂടിയാണ് മനുഷ്യൻ്റെ യാത്രകൾ. അത്തരത്തിലുള്ള നിരവധി സങ്കേതങ്ങളാണ് വയനാട്ടിലുള്ളത്. വനഗ്രാമങ്ങളിലുള്ള തിരുനെല്ലിയും പൊൻകുഴിയും പോലുള്ള ക്ഷേത്രങ്ങൾ, നാനാജാതി മതസ്ഥർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പള്ളിക്കുന്ന് പള്ളിയും വള്ളിയൂർക്കാവും. അങ്ങനെ വയനാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആത്മീയ സഞ്ചാരങ്ങൾക്ക് നിരവധി ആളുകളാണ് ഓരോ വർഷവും എത്തുന്നത്. ഐതിഹ്യവും മിത്തുകളും കെട്ടുപിണഞ്ഞ സാംസ്കാരിക ഭൂമികയാണ് വയനാട്. ഇതിഹാസങ്ങളുടെ മഹാശാഖികൾ ഭൂമിയിൽ ആഴത്തിൽ വേരുപടർത്തിയ മലനാട്. സീതാദേവിക്കും ലവകുശന്മാർക്കും അമ്പലമുള്ള മണ്ണ്, സ്വാസ്ഥ്യപ്രകൃതിയിലെ മഹച്ചരിത നിർമ്മിതികൾ, മധ്യകാലത്തോളം നീളുന്ന വിശ്വാസചരിത്രം, ജൈന വൈഷ്ണവരുടെ കല്ലമ്പലങ്ങൾ, ഗോത്രജീവിതത്തിന് സാക്ഷ്യം പറയുന്ന വള്ളിയൂർക്കാവിലെ വനദുർഗാ സങ്കല്പം, ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസധാരകളെയും സ്വന്തമായി ചോരയിൽ ചേർത്ത ഇടം. അവിടേക്കെല്ലാം ആത്മസഞ്ചാരം നടത്തുന്ന പലതരക്കാർ, പാപനാശം തിരയുന്നവർ, മുമ്പേ പോയവർക്ക് നിത്യശാന്തി തേടുന്നവർ, ആത്മാന്വേഷകർ, ദുഃഖങ്ങളുടെ പൊതി തുറന്ന് സ്വാസ്ഥ്യം തിരയുന്നവരുടെ വയനാട്. ഇടകലരുന്ന മനുഷ്യരുടെ നേരിൽ വിശ്വാസധാരകൾ ലയിക്കുന്ന നാട്. കാലവും കബനിയും സാക്ഷി, തുടരുന്ന പ്രവാഹം. വയനാട്ടിൽ പഴക്കം ചെന്ന 3 കല്ലമ്പലങ്ങളുണ്ട്. അതിൽ 2 ഉള്ളത് പനമരം പഞ്ചായത്തിലാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ തറ വളരെ പഴക്കമുള്ള 9-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലോ ഒക്കെ പണി കഴിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന വിഷ്ണു ക്ഷേത്രമാണ്. അതിനേറ്റവും ഒരു പ്രധാനപ്പെട്ട തെളിവെന്ന നിലയ്ക്ക് അനന്തശയനം ഇതിന് മുമ്പിൽ തന്നെ കൊത്തുപണി ചെയ്തു വെച്ചിട്ടുണ്ട്. ഹിന്ദു ദേവന്മാരുടെയും ദേവതമാരുടെയും ഒക്കെ കൊത്തുപണികൾ, അവരുടെ ചിത്രങ്ങളൊക്കെ കൊത്തുപണി ചെയ്ത് ഇതിൻ്റെ കൽത്തൂണുകളിലും മറ്റും കാണാൻ കഴിയും. ഈ നിർമ്മിതി എന്ന് പറയുന്നത് പക്ഷേ കർണാടകത്തിലും മറ്റും കണ്ടുവരുന്ന തരത്തിലുള്ള ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ രൂപത്തിലുള്ളതാണ്. മറ്റൊന്ന് ജനാർദ്ദന ക്ഷേത്രമാണ്. അത് ഇവിടെ നിന്ന് ഏതാണ്ട് 3-4 കിലോമീറ്റർ അപ്പുറം ഉള്ള ഒന്നാണ്. അവിടെ പക്ഷേ പൂർണ്ണമായും ആ കെട്ടിടം അല്ലെങ്കിൽ ആ നിർമ്മിതി തകർന്നു വീഴുകയും പിന്നീട് അത് പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പുരാവസ്തു ഗവേഷണ വകുപ്പ് ഉള്ളത്. ചരിത്ര അന്വേഷികളായിട്ടുള്ള അല്ലെങ്കിൽ അത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട കാര്യങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ അറിവ് നൽകുന്ന ഒന്നാണ് ഈ വിഷ്ണു ക്ഷേത്രം. ഇതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിൽ ഒരു ജൈനക്ഷേത്രമുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിക്കപ്പെട്ട ജൈനക്ഷേത്രമുണ്ട്. കേരളത്തിലെ ജൈനമത സ്വാധീനത്തിന് പ്രധാന തെളിവായി കണക്കാക്കപ്പെടുന്നത് വയനാട്ടിലെ ബത്തേരി ജൈനക്ഷേത്രമാണ്. 13-ാം നൂറ്റാണ്ടിൽ പണിതെന്ന് കരുതപ്പെടുന്ന ഈ നിർമ്മിതി ഹിന്ദു ക്ഷേത്രമായും പിന്നീട് വലിയ വാണിജ്യ കേന്ദ്രമായും ഒടുവിൽ ടിപ്പു സുൽത്താന്റെ ആയുധ സൂക്ഷിപ്പ് കേന്ദ്രമായും മാറ്റപ്പെട്ടു. ആയിരത്തി 1921 തന്നെ നിർമ്മിതിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സ്മാരകമായി പ്രഖ്യാപിച്ചു. നിലവിൽ ജൈനക്ഷേത്രം കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ്.
ഞാനിപ്പോൾ ഇരിക്കുന്നത് പാപനാശക്കരയിലാണ്. വയനാട്ടിലെ മാത്രമല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പാപനാശക്കരയിൽ. പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നതിന് വളരെ പേരുകേട്ട ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. ബ്രഹ്മഗിരി മലയുടെ താഴ്വാരത്ത് അവിടെ നിന്ന് വരുന്ന ജലം ഒഴുകി വരുന്ന അവിടെ നിന്ന് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്താനൊക്കെ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. മഹാവിഷ്ണുവാണ് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ. ബ്രഹ്മാവ് തപസ് ചെയ്ത് പിതൃമോക്ഷത്തിനായി മഹാവിഷ്ണുവെ പ്രത്യക്ഷപ്പെടുത്തി പ്രതിഷ്ഠ ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം. തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പോൾ പിതൃമോക്ഷത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ബലിയിടലിൻ്റെ പ്രാധാന്യം തന്നെയാണ്. അത് ഗയാശ്രാദ്ധമാണ് തിരുനെല്ലി ക്ഷേത്രത്തിലെ പാപനാശിനിയിൽ നടക്കുന്നത്. അവിടെ ചെന്ന് കുളിച്ച് ഗംഗ, കാവേരി, സരസ്വതി ഈ നദികൾ അവിടെ അന്തർലീനയായി പാപനാശിനിയിൽ എത്തുന്നതിന്, അപ്പോൾ അതിൽ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം അവിടെയുള്ള ഗയാശില, ഗയ മുതൽ തിരുനെല്ലി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ശിലയുണ്ട്. അവിടെയാണ് ഈ ഗയാശ്രാദ്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ ഗയാശില തന്നെയാണ് തിരുനെല്ലിയിലെ പാവനാശിനിയിലുള്ളത്. അവിടെ ബലിയേറ്റ് ഇവിടെ വന്ന് തൊഴാനാണ് ഇതിൻ്റെ ബ്രഹ്മാവിൻ്റെ ആ ഒരു തീരുമാനമുണ്ടായത്. പാപനാശിനിയിൽ നിന്ന് വരുന്ന വഴിയാണ് ഗുണ്ടികാ ശിവക്ഷേത്രം. ആ ഗുണ്ടികാ ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ അഗസ്ത്യമുനി തപസ് ചെയ്ത് അവിടെ പൂജ ചെയ്യുകയും ചെയ്തിരുന്ന ക്ഷേത്രമാണെന്നാണ്, ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠാസനം. ആദ്യകാലത്ത് ക്ഷേത്രത്തിൽ പാപനാശിനിയിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് തലച്ചുമടായി ഇവിടെ വെള്ളം എത്തിക്കുകയായിരുന്നു. ശാന്തിക്കാർ വെള്ളം കൊണ്ടുവരികയായിരുന്നു പതിവ്. എന്നാൽ ചെറക്കൽ രാജാവിൻ്റെ ഭാര്യ ഒരിക്കലും ഇവിടെ തൊഴാൻ വരികയും അവരോട് ഈ ബുദ്ധിമുട്ട് പറയുകയും ചെയ്തതിൻ്റെ അവർ ചെയ്ത ഒരു പരിഹാരമാണ് ഈ കാണുന്ന ഈ കരിങ്കൽപ്പാത്തി. പയ്യന്നൂർ ഭാഗത്താണ് അവർ ആ സ്ഥലം, ഈ തമ്പുരാട്ടി. അപ്പോൾ അവിടെ ചെന്ന് കരിങ്കൽ പണിക്കാരെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ച് ഇന്ന് കാണുന്ന കരിങ്കൽപ്പാത്തിയുടെ അതായത് ആ മുളമ്പാത്തിയുടെ സ്ഥാനത്ത് ഇന്ന് കാണുന്ന കരിങ്കൽപ്പാത്തി തന്നെ നൽകിയെന്നാണ് കേൾക്കുന്നത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലേക്ക് നിരവധി ആളുകളാണ് ഓരോ വർഷവും എത്തുക. പ്രത്യേകിച്ച് കർക്കിടക വാവ് ദിവസം ബലിതർപ്പണത്തിന് നിരവധി ആളുകൾ എത്തും. ആ തരത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ് മാനന്തവാടിക്കടുത്തുള്ള കർണാടകത്തിൻ്റെ അടുത്തുള്ള തിരുനെല്ലി ക്ഷേത്രം. നമ്മൾ വയനാട്ടിലേക്ക് വന്നത് താമരശ്ശേരി ചുരം വഴിയാണ്. ഏത്? നമ്മുടെ താമരശ്ശേരി ചുരം വഴി. താമരശ്ശേരി ചുരം വഴി വരുമ്പോൾ നമുക്ക് കരിന്തണ്ടനെ കാണാതെ പോകാൻ പറ്റില്ല. കരിന്തണ്ടനാണ് ഈ വഴി കണ്ടെത്തിയത് എന്നുള്ളതാണ് സങ്കല്പം, അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ അങ്ങനെയാണ്. 1750-നും 1800-നും ഇടയിൽ ജീവിച്ചിരുന്ന പണിയ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു കരിന്തണ്ടനെന്നും കരിന്തണ്ടൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചാണ് ഈ വഴി കണ്ടെത്തിയതെന്നും അത് മറച്ചു വെക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ കൊന്നു എന്നുമാണ് കഥ. ആ കഥയ്ക്ക് ശേഷം ഈ വഴിയിലൂടെ പോകുന്ന അന്നത്തെ കാലത്ത് കാളവണ്ടിയിലും മറ്റും പോയിക്കൊണ്ടിരുന്ന വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടുകയും അതിനുശേഷം കരിന്തണ്ടനെ ഇവിടെ നമുക്ക് പിന്നിൽ കാണുന്ന ഈ ചങ്ങല മരത്തിൽ തളച്ചു എന്നുള്ളതാണ് സങ്കല്പം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്മൃതി മണ്ഡപവും ഒരു തറയുമുള്ളത്. ഇവിടെ ആരാധനയുണ്ട്. വർഷത്തിലൊരിക്കൽ ഇവിടെ ചെറിയ തോതിലുള്ള ആഘോഷങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണ് കരിന്തണ്ടനെ എല്ലാവരും ഓർക്കാറ്. വയനാട്ടിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് വള്ളിയൂർക്കാവ്. വള്ളിയൂരമ്മ എന്ന് അവരെല്ലാവരും വിളിക്കുന്ന, അവരത്രത്തോളം വിശ്വാസമർപ്പിക്കുന്ന ഒരു ദേവത. വനദുർഗ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രതിഷ്ഠ. ഭദ്രകാളി എന്ന സങ്കല്പവുമുണ്ട്.
ഇവിടെ താഴെ അങ്ങനെ ഭഗവതി ക്ഷേത്രവും മുകളിൽ സീതാദേവി ലവകുശ ക്ഷേത്രവുമുണ്ട്. കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. സാധാരണ പണ്ട് കൊടുങ്ങല്ലൂർ പോകുമ്പോൾ വാള് കൊണ്ടുപോകാറുണ്ട്. വാള് അങ്ങനെ തിരുനെല്ലിയിലുള്ള 2 നമ്പ്യാന്മാർ ഇങ്ങനെ തിരുനെല്ലി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഈ കാവിൻ്റെ പരിസരത്ത് വന്നു. കാവിനെതിരെ പുഴത്തീരത്ത് ഇവർ കിടന്നുറങ്ങിയപ്പോൾ ഇവർ വാള് കാണാനില്ല. വാള് കാണാനില്ലാത്തപ്പോൾ വാൾ അന്വേഷിച്ച് നടക്കുകയാണ്. വാളില്ലാതെ കൊടുങ്ങല്ലൂർ പോകാൻ പറ്റില്ല. അന്നേരത്താണ് ആദിവാസി പയ്യന്മാർ അതിൽ കണ്ട് അത് കാണിച്ചു കൊടുത്തു എന്നുള്ളത്. അതാണ് വാളൂർ അമ്മ എന്നുള്ളതാണ് വള്ളൂർ അമ്മയെ ലോപിച്ചു വന്നത്. അടിമ സമ്പ്രദായം ഇല്ല എന്നല്ല, കുറച്ചുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവർ കർഷക തൊഴിലാളികളായിരുന്നു. നെൽകൃഷി നടത്താൻ കഴിവുള്ളവർ. അതുകൊണ്ടാണ് അന്ന് ജമ്മിമാർ ഒരു വർഷത്തേക്ക് ലീസിനെടുത്തത്. അത് വള്ളൂർക്കാവിൽ വെച്ച് സംഭവിച്ചതാണ്. അപ്പോൾ ഈ ആദിവാസികളെ ഉത്സവത്തിന് ഗോത്രവിഭാഗക്കാർ അടിയാന്മാർ, പണിയർ, കുറുമ്മർ, നായ്ക്കർ, ഇങ്ങനെയുള്ള കുറിച്ചർ, ഇവരൊക്കെയാണ് വയനാട്ടിലെ ഗോത്രവിഭാഗം. ഇവരെല്ലാ വർഷവും അവിടെ ഈ ഉത്സവ സമയത്ത് വന്നിരിക്കും. അവിടെ വെച്ചായിരുന്നു ഇവരുടെ വിവാഹങ്ങളും കണ്ടുമുട്ടലൊക്കെ അവിടെ വെച്ചായിരുന്നു. അവിടെ വലിയൊരു കച്ചവട സ്ഥാപനം കൂടിയായിരുന്നു വള്ളൂർക്കാവിൽ. കാരണം കാർഷിക ഉപകരണങ്ങളൊക്കെ അവിടെ നിന്നാണ് മേടിച്ചുകൊണ്ട് പോകാറ്. ഈ കാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇത് കാലങ്ങളായി ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ എല്ലാവരുടെയും ആഘോഷമായ ഉത്സവമാണ്. അത് മാർച്ച് ഏപ്രിൽ മാസത്താണ് നടക്കുക. ആ സമയത്ത് തന്നെയാണ് പണ്ട് കാലങ്ങളിൽ ആ സമയത്ത് ഇവിടെ അടിമ വ്യാപാരം നടന്നിരുന്ന, അങ്ങനെ ചരിത്രപരമായി തന്നെ വലിയ പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോഴും ആദിവാസി വിഭാഗങ്ങളിലെ എല്ലാവരും ആ സമയത്ത് അവരുടെ തുടിയും പാട്ടും തപ്പും താളവുമായി എല്ലാം ഈ ആഘോഷത്തെ അല്ലെങ്കിൽ ഈ ഉത്സവത്തെ അവർ കൊണ്ടാടുകയാണ്. ടൂറിസത്തിൻ്റെയും അതോടൊപ്പം തന്നെ ആത്മീയപരമായ കാര്യങ്ങളിലെയും വയനാടിൻ്റെ ഒരു സെൻ്ററാണ് ശരിക്കും പറഞ്ഞാൽ പള്ളിക്കുന്ന് ലൂർദ് മാതാ ദേവാലയം. ഈ പള്ളി ആരംഭിക്കുന്നത് ശരിക്കും ഒരു ഫ്രഞ്ച് മിഷണറിയാണ്, ഫ്രഞ്ചുകാരനായ ഒരു സായിപ്പച്ചനാണ് ഇവിടെ ഈ പള്ളി ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ക്രിസ്ത്യൻ തലമുറ എന്ന് പറയുന്നത് നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ സൈന്യത്തിലെ അംഗങ്ങളായിരുന്നു. കുറിച്യ വിഭാഗത്തിലെ ഒരു വിഭാഗമാണ്. പഴശ്ശിരാജാവിൻ്റെ മരണശേഷം ഇവർ അനാഥരാക്കപ്പെട്ടപ്പോൾ അതിലൊരു വലിയ വിഭാഗം ഇവിടെ ഈ ഒരു സായിപ്പച്ചൻ, ജെഫ്രീനോ എന്നാണ് ആ സായിപ്പച്ചൻ്റെ പേര്, ഫ്രഞ്ചുകാരനാണ്. അദ്ദേഹം അവർക്ക് അഭയം നൽകി. അദ്ദേഹം അവരെ സ്നേഹിക്കുകയും അവരെ കൂടെ കൊണ്ടുവരികയും, ഇങ്ങനെ ഈ ഇടവകയിലെ ഭൂരിപക്ഷം പേരും ആ കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ്. ഈ പള്ളിയിലെ പെരുന്നാൾ അറിയപ്പെടുന്ന ഇലവലി നേർച്ച എന്ന് പറയുന്ന ഒരു പെരുന്നാളാണ്. അതായത് ഇവിടെ ഊട്ടുനേർച്ചയാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആകർഷണം. അതായത് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ കഴിച്ചു കഴിഞ്ഞാൽ ഇല വലിച്ചു കൊണ്ടുപോയി കളയുക. അതായത് തങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ട് മറ്റുള്ളവരുടെ ഒരു ദാസിയാകുന്നു എന്നുള്ള ഒരു ശുശ്രൂഷയാണത്. മതഭേദമന്യേ ഒരു തിരുനാളിന് വരുന്നതും അല്ലെങ്കിൽ അവർ നെഞ്ചിലേറ്റ് കൊണ്ടു നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് വയനാട്ടിലെ പള്ളിക്കുന്നിലെ ലൂർദ് മാതാവിൻ്റെ ഈ ദേവാലയം.
ഏകദേശം 1600 ക്രിസ്തുവർഷം 1600 1650 ഇടക്കാണ് വ്യവസ്ഥാപിതമായൊരു മുസ്ലിം കുടിയേറ്റം വയനാട്ടിലേക്ക് ഉണ്ടാകുന്നത്. അതൊക്കെ വടക്കേ വയനാടിൻ്റെ അതിർത്തിയിലുള്ള കുഞ്ഞോമാണ് അതിൻ്റെ ആദ്യ കേന്ദ്രം എന്ന് പറയുന്നത്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം കൂടിയായ വാരാമ്പറ്റ പള്ളിയുടെയും കാലം എന്ന് പറയുന്നത് 1852 1853. വാരാമ്പറ്റയുടെ ഒരു പ്രത്യേകത അത് ഒരു പുരാതന പള്ളി എന്ന് മാത്രമല്ല, അപ്പോൾ ആത്മീയ രംഗത്തൊക്കെ ഒരുപാട് ഖ്യാതി നേടിയ അലി അക്ബർ ദില്ലിക്കോയ് തങ്ങൾ എന്ന് പറയുന്ന സൂഫി ശ്രേഷ്ഠൻ വയനാട്ടിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം വാരാമ്പറ്റയിൽ താമസിക്കുകയും കൃഷി കച്ചവടം ഇതിലൊക്കെ വ്യാപൃതനായി കഴിയുകയും ഒപ്പം നമ്മൾ നേരത്തെ പരാമർശിച്ച കുഞ്ഞോം പള്ളിയിൽ ദറസ് എന്ന് പറയും മതപാഠശാലകൾ, ആത്മീയ മതപാഠശാലകൾ അത് നടത്തുന്നുണ്ട്. ഏകദേശം 1890 അദ്ദേഹം അന്തരിക്കുന്നത്. അവിടുത്തെ ഉറൂസ് വളരെ പ്രസിദ്ധമാണ്. വള്ളിയൂർക്കാവ് ഉത്സവത്തിൻ്റെ തൊട്ടു പിറ്റേ ദിവസം, അതായത് മീനം 15 തോന്നുന്നു, അവിടെ എല്ലാ വർഷവും ഉറൂസ് നടക്കുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വയനാട്ടിൽ നമുക്ക് പുരാതന പള്ളികളായി കാണാവുന്നത് ഈ വാരാമ്പറ്റ പള്ളി, പോറത്തുള്ള 2 പള്ളികൾ, കുഞ്ഞോത്തെ പള്ളി, പിന്നെ പേരിയയിലുള്ള ഒരു പള്ളി. ഇത്രയുമാണ് പുരാതന പള്ളികളായിട്ട് ഇതിൽ അടയാളപ്പെടുത്തേണ്ടതായിട്ട് ഉള്ളത്. രാമായണത്തിലെ നായികയായ സീതാദേവിയുടെ കഥകൾ നിറഞ്ഞ പ്രദേശമാണ് വയനാട്ടിലെ പുൽപ്പള്ളി. കേരളത്തിൽ സീതാദേവിയും ലവകുശന്മാരും പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പുൽപ്പള്ളിയിലേത്. സീതാദേവി 2 മക്കളെയും ശ്രീരാമ ലക്ഷ്മണന്മാരെയും സാക്ഷിയാക്കി ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമായ ജഡേറ്റക്കാവ്, ലവകുശന്മാർ കളിച്ചു വളർന്നെന്ന് കഥകളുള്ള ശശിമല, വാത്മീകി ആശ്രമം എന്നിങ്ങനെ പുൽപ്പള്ളി ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റി മറ്റ് സ്ഥലങ്ങളുമുണ്ട്. എല്ലാ വർഷവും ജനുവരിയിൽ നടക്കുന്ന ഉത്സവത്തിന് നാനാജാതി മതസ്ഥർ എത്തുന്നു. ബത്തേരി മഹാഗണപതി ക്ഷേത്ര സമിതിയുടെ കീഴിലുള്ള 4 ക്ഷേത്രങ്ങളിലൊന്നാണ് പൊൻകുഴി ശ്രീരാമ സീതാദേവി ക്ഷേത്രം. പൊൻകുഴി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിതൃതർപ്പണത്തിന് ഏറ്റവും പ്രധാനം. വയനാട് ജില്ലയിൽ തിരുനെല്ലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിതൃതർപ്പണത്തിന് ആളുകൾ എത്തുന്ന സ്ഥലമാണ്. നിത്യബലിക്ക് 100 കണക്കിന് ആളുകൾ ദിവസേന വരുന്നുണ്ട്. കൂടാതെ കർക്കിടക വാവ് ബലി ദിവസം 10,000-ൽ പരം ആളുകൾ ഒറ്റ ദിവസത്തോടെ ബലിയിടാൻ വേണ്ടി എത്തും. വേറൊരു പ്രത്യേകത മൈസൂർ കോഴിക്കോട് ദേശീയപാതയുടെ ഇരുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന, ഒരു വശത്ത് ശ്രീരാമ ക്ഷേത്രവും മറുവശത്ത് സീതാദേവി ക്ഷേത്രമാണ്. സീതാദേവി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ശ്രീരാമനാൽ പരിത്യജിക്കപ്പെട്ട സീതാദേവി വിരഹ ദുഃഖത്താൽ ഇരുന്ന് കണ്ണീർ വാർത്ത പ്രദേശം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ രൂപപ്പെട്ടതാണ് ഈ തടാകം എന്നാണ് പറയുന്നത്.